ഒരു V2 കൊണ്ടുവരുമ്പം ആ V2 അതിനനുസരിച്ച് മാച്ച് ആവണം എന്നുള്ളൊരു ഇതുണ്ട്. കാരണം നമ്മൾ ടോപ്പിൽ നിൽക്കുന്ന ഒരു സാധനമാണ്. അത് ടോപ്പ് വണ്ടിയാണ്. ഇപ്പോഴും ഞാൻ പറയുകയാണ്, അത് ടോപ്പ് വണ്ടിയാണ്. അപ്പോൾ അതിൻ്റെ V2 കൊണ്ടുവരുമ്പോൾ ഒബ്വിയസ്ലി എല്ലാവർക്കും ഇഷ്ടപ്പെടണം എന്നുള്ളൊരു സ്കീമായിരുന്നു. അതിൻ്റെ V2 അവർ പണിത് തന്നത്, അതായത് ബെല്ലാരിയിൽ നിന്ന് തന്നെ പണിത്, ബെല്ലാരിയിലെ സ്റ്റാലിന് സേക്കന അവരെല്ലാവരും കൂടെ ചേർന്ന് പണിത വണ്ടിയാണ്. അതിൻ്റെ V2 എന്ന് പറഞ്ഞപ്പോൾ ഇതാ ഇങ്ങനെ ഇരിക്കും. ഇതിൻ്റെ ഫ്രണ്ട് വശം കണ്ടോ നിങ്ങൾ? മറ്റേ ഒരു രാജ്യത്തിലേക്ക് മറ്റേ ആൾക്കാരെ ഇടിച്ചു കയറാതിരിക്കാൻ വേണ്ടിയിട്ട് തട വെക്കൂലേ? നിങ്ങൾക്കാർക്കും തോന്നിയില്ല? അല്ലെങ്കിൽ ഗൈസ് അത്രയും ലുക്കുള്ളൊരു വണ്ടിയല്ലേ ഇത്? അവര് പണിത വണ്ടിയാ ഇത് ഹൈനയും കാർണേജും ഉണ്ടാക്കിയ സെയിം ആൾക്കാർ എനിക്ക് പണിത് തന്ന വണ്ടിയായത്. മനസ്സിലായേ? ഇതാണ് എനിക്ക് അവര് പണിത് തന്ന വണ്ടി. ഈ വണ്ടി എനിക്ക് കണ്ടപ്പം എൻ്റെ ഹോണസ്റ്റ് ഒപ്പീനിയൻ ഞാൻ പറയാന്ന് പറഞ്ഞാൽ എനിക്കിതിനകത്ത് വലുതായിട്ട് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ എനിക്കിത് എങ്ങനെയാണ് ഇവരുടെ ഇവിടുത്തെ ബോക്സ് കൊളീഷനോ അങ്ങനെ എന്തോ പറയാം, അത് എന്താണെന്ന് എനിക്ക് കറക്റ്റായിട്ട് ഈ സെർവർ സൈഡിൽ നിന്ന് അറിയത്തുള്ളൂ. പിന്നെ ഒരു കാര്യമൂടെ ഞാൻ പറയാം, കണ്ട തന്തയില്ലാത്ത വാണങ്ങളെ പോലെ മറ്റേ 10 പേരെ കൂട്ടിയിരിക്കുമ്പോൾ മാത്രം കൊര വരുന്നത് പോലെ ഞാൻ എൻ്റെ പിള്ളേരെ ഇവിടെ കൊണ്ടുവന്ന് വെച്ച് കുരപ്പിക്കത്തില്ല. കാരണം അവന്മാർക്ക് നട്ടലുള്ള ഒരു ലീഡറുണ്ട്, നിൻ്റെയൊക്കെ പോലല്ല. മനസ്സിലായ? അവർ സംസാരിച്ചോളാം. ഞാൻ പറയാം ഗൈസ്, TV-യിലെ പിള്ളേർ ഇറങ്ങിയതിന് ശേഷം ഇന്നേ വരെ ഇവരെ ഡയോസിനെ ആയിക്കോട്ടെ, ബെല്ലാരി ആയിക്കോട്ടെ, അന്തേരി ആയിക്കോട്ടെ, അവരെ ഒന്നും അപരാധിക്കാൻ വേണ്ടിയിട്ട് ഒരു ലൈവ് ഇട്ടിട്ടില്ല, എങ്ങും പോയിരുന്നു പറഞ്ഞിട്ടില്ല. അവന്മാരെ കാര്യം നോക്കി മര്യാദയ്ക്ക് പോകുന്നു. ഇന്ന് ഡ്രീമർ തന്നെ പറഞ്ഞൊരു കാര്യമാണ്. ഡ്രീമറിന് സാധാരണ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ഡ്രീമർ അങ്ങനെ എൻ്റെ പോലെ ചാടി കയറി ഒന്നിനും റെസ്പോണ്ട് ചെയ്യുന്ന ഒരാളല്ല ഡ്രീമർ. പക്ഷെ ഡ്രീമർ ഇന്ന് ഇത് അറിഞ്ഞപ്പോൾ ഡ്രീമർ എന്നെ ആദ്യം വിളിച്ചിട്ട് പറഞ്ഞേ, എടാ ഞാൻ സ്റ്റോറി ഇടാൻ പോവാ എന്ന് പറഞ്ഞിട്ട് താങ്ക് യു ബെല്ലാരി ഇതാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇട്ടത്. മനസ്സിലായോ? അപ്പം ഇവര് ഇങ്ങനൊരു സാധനം ഈ പറയണത് പോലെ വന്നപ്പോൾ ഡ്രീമറും എല്ലാവരും ഇവരുടെ അടുത്ത് ചോദിച്ചു എന്താണ് കാര്യം, അല്ലെങ്കിൽ എന്താ ഇതെന്നുള്ളൊരു കാര്യം ചോദിച്ചപ്പോൾ ഇവന്മാർക്കൊന്നും പറയാൻ റിപ്ലൈ ഇല്ല. പറയാൻ ഇവന്മാർക്ക് എന്താ, ഞാനത് കുറേ ആൾക്കാരെ വിളിച്ച് ചോദിച്ചായിരുന്നു എന്താ കാര്യം, ആർക്കും ഒന്നും അറിയത്തില്ല എന്ന് പറഞ്ഞിട്ടാണ് പോയത്. ഇതിനവർ റെസ്പോണ്ട് ചെയ്യുന്നില്ല എന്നൊക്കെ ഉള്ളൊരു ഇതിൽ വേണം. മനസ്സിലായ? ഇതായിരുന്നു തുടക്കം ഗൈസ്, ഇതാണ് തുടക്കം. അപ്പം എനിക്ക് ഈ വണ്ടി ശരിക്കും നമ്മൾ കുറച്ച് പേരെ കാണിച്ചപ്പോൾ ചെയ്തിട്ടില്ല. ഇത് ഹൈനയും ഇത് കാർണേജും, ഇതാണ് കാർണേജ്. ഇത് ഹൈനയും ഇത് കാർണേജും, ഇത് രണ്ടുമായിരുന്നു V2. അപ്പം ഒബ്വിയസ്ലി ഞാൻ ഫസ്റ്റ് അതിൻ്റെ ഫാനാണ്. ഞാൻ നമ്മുടെ ഫസ്റ്റ് മോഡലിൻ്റെ ഫാനാണ്. എനിക്ക് ഇതൊന്നും എനിക്ക് പെട്ടെന്ന് ഇത് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഞാൻ അന്നേരം ഈ സെയിം സമയത്ത് ഇത് വണ്ടി പണിയണ സമയത്ത് ഇവര് അമ്പത്തൂരും ഇവരെല്ലാം ആയിട്ട് അടിയായി, ആകെ നാശമായി, അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്തവിളിയായി. ഈ ഗെയിമിൽ നിന്നൊരു മെന്റൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടാതിരുന്നപ്പോഴാണ് ഞങ്ങൾ എന്തെങ്കിലും ഇതാക്കിയിട്ട് ലൈക്ക് ഇവർ ചെയ്യട്ടെ എന്നുള്ളൊരു രീതിയിൽ. അപ്പോൾ ഞാൻ നിങ്ങളെ ഈ കോൺട്രവേഴ്സി പറയുന്നതിന് മുമ്പ് എൻ്റെ സൈഡ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരുക. ഇതായിരുന്നു സംഭവം. പക്ഷേ ഈ ഒരു സെയിം സാധനം നടക്കുന്നതിന് തൊട്ട് മുമ്പ്, അതായത് നമ്മൾ ഹൈനയും കാർണേജും പണിത സമയത്തേടാ നമ്മൾ കുറച്ച് പേയ്മെൻറ്റ് കുറച്ച് ഡിലേ ആയിട്ട് അവന്മാർക്ക് കൊടുത്തത്. ലൈക്ക് എല്ലാവരും പിരിവിട്ട് പൈസയ്ക്ക് ആ സമയത്ത് കൊടുത്തത്. ആ സമയത്ത് കുറച്ച് എനിക്ക് മറ്റേ ടാക്സിൻ്റെ ഇഷ്യൂ കാര്യങ്ങളൊക്കെ വന്നിരുന്ന സമയത്ത് ഞാൻ ഫൈനാൻഷ്യലി കുറച്ച് ഡൗൺ ആയതുകൊണ്ട് കുറച്ച് ഇതായിട്ട് കൊടുത്തത്. അതുകൊണ്ട് ഈ വണ്ടി പണിയുമ്പോൾ അങ്ങനെ ഒരു സംഭവം വരണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ നേരെ ഇവന്മാർക്ക് എടാ ഞാൻ 5000 രൂപ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വട്ടത്തെ പേയ്മെന്റ് അത്രയും ഡിലേ ഒക്കെ ആയി ആകെ ഷോക്കായിട്ടാണ്. അപ്പോൾ ഈ വട്ടം എൻ്റെ സൈഡിൽ നിന്ന് അങ്ങനെ ഒരു ഷോകൻ ഡീലായി ആ അറ്റ്മോസ്ഫിയറിൽ നീ വർക്ക് ചെയ്യേണ്ട എന്നുള്ള രീതിയിൽ ഇട്ടതാണ്. അത് നീ അങ്ങനെ വേറെ ബാഡായിട്ട് എടുക്കണ്ട. എന്താ നീ കഴിഞ്ഞ വട്ടം ചെയ്തു തന്നെ എനിക്ക് ചെയ്തു തരാൻ പറ്റാത്ത ഒരു കാര്യം ചെയ്തു എന്നുള്ള രീതിയിൽ എടുത്താൽ മതി. അപ്പോൾ ഇതൊന്ന് സ്പീഡപ്പ് ആക്കി തരണേ. ഞാൻ വേറെ ഒന്നും കൊണ്ട് പ്രഷറൈസ് ചെയ്യുന്നതല്ല. നമുക്ക് സിറ്റിയിലെ സിറ്റുവേഷൻ എടുക്കാൻ ഒരു വണ്ടി ഇല്ല. MG3 സിറ്റുവേഷൻ നമുക്ക് വണ്ടി ഇല്ലാതെ കളിക്കേണ്ട ഒരു ലക്ക് വന്നതിന്റെ പുറത്ത് മാത്രം ജയിച്ച വാറാണ് അത്. വണ്ടി ഭയങ്കര ദയനീയ അവസ്ഥയാണ് ഞങ്ങളുടെ. അപ്പോൾ അതുകൊണ്ട് മാത്രം ഒന്ന് നീ നിനക്ക് പറ്റുന്ന രീതിയിൽ ഒന്ന് സ്പീഡപ്പ് ആക്കി തരണം കേട്ടോ. നിങ്ങളോടൊക്കെ ഞങ്ങൾ എപ്പോഴും വണ്ടി ഇന്ന് വരും നാളെ വരുന്ന പറഞ്ഞ് സൺഡേ 3 ഓഗസ്റ്റിന് ഞാനിത് എൻ്റെ അഡ്വാൻസ് പേയ്മെൻറ്റും ക്ലിയർ ചെയ്ത് ഞങ്ങൾക്ക് ഈ വണ്ടി കിട്ടുമെന്നുള്ള രീതിയിൽ ഞാൻ പ്രതീക്ഷിച്ച് ഞങ്ങൾ ഈ വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്. പെട്ടെന്ന് ഇവരെല്ലാം TV-യിൽ നിന്ന് ഇറങ്ങുന്നു. ഈ TV-യിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം ബെല്ലാരി അന്തേരി എന്ന് പറയണ രണ്ട് ഗ്യാങ്സ് അല്ലെങ്കിൽ നമ്മുടെ കൂടെ വന്നിട്ടുണ്ടായിരുന്ന ഈ ഫാമിലി, ഞാൻ ഇന്നേ വരെ ഇവരെ ഇറസ്പെക്റ്റീവായിട്ട് ഓഫ്ലൈനിലും സംസാരിച്ചിട്ടില്ല, ഓൺലൈനിലും സംസാരിച്ചിട്ടില്ല. പക്ഷെ ഇന്ന് ഞാൻ സംസാരിച്ചതിന് ഒരു കാരണമുണ്ട്. എന്താണെന്നറിയോ ഗൈസ്? ഞാൻ ഈ വണ്ടി എനിക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ലയോ എന്തോ ആയിക്കോട്ടെ, ഈ വണ്ടി എനിക്ക് ഇഷ്ടം. ഇത് ഞാൻ കാശ് കൊടുത്ത് പണിയിച്ചതാണ്.
ഈ വണ്ടി ഇതിനുണ്ടാക്കിയ രണ്ടവന്മാര് ഒരു ഗ്യാങ്ങിന് വിറ്റ്. കണ്ടു നോക്ക്. നമ്മളോട് പെർമിഷൻ പോലും ചോദിക്കാതെ ഈ വണ്ടി ഇവർ വിറ്റ്. ഇത് വിറ്റിട്ട് ഏകദേശം ഒരു ഇതെന്നായിരുന്നു, ഡിസംബർ 27-നോ 26-നോ ആയിരുന്നു ബെല്ലാരിയിലുള്ള ചേട്ടന്മാർ ഈ വണ്ടി വിറ്റത്. ഈ വണ്ടി വിറ്റ് ഞാൻ ചോദിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറയുവാണ്, ഞങ്ങൾ അന്ന് വേണ്ടാന്ന് പറഞ്ഞല്ലേ പിന്നെന്തിനാ ഇതാക്കിയെന്ന് ഗൈസ്. എന്നിട്ട് പുള്ളിയോട് ഞങ്ങൾ ചോദിച്ചപ്പോൾ പുതിയ ന്യായം കേട്ടാ, ഇത് ഹൈന അല്ലെന്ന്. ഇത് നോക്കിക്കോണേ, ഇതിന്റെ ഫ്രണ്ട് കണ്ട, ഇത് ഹൈന അല്ല, ഇത് മൈന എന്നാണ് അവന്റെ പുതിയ വാദം. ഇതിൽ നിന്ന് സ്റ്റിക്കർ ഊരിയങ്ങ് കളഞ്ഞ് കേട്ടാ. ഇതിൽ നിന്ന് ടി വിയുടെ സ്റ്റിക്കറും ഒഫീഷ്യൽ ടി വി എന്നുള്ളതും അടിച്ചിട്ട് ഓറഞ്ച് അലോയ് വെച്ച് കൊടുത്ത്, എന്നിട്ട് പുതിയ ഗ്യാങ്ങിന് കൊടുത്ത്. ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന മെയിൻ പ്രശ്നം. ഇത് ഞങ്ങൾ ഓൾറെഡി അറിഞ്ഞതാ. ഇത് എൻ്റെ ഇപ്പോഴും ഉണ്ട്. ഞാൻ ഇതിനെപ്പറ്റി ലൈവിലൊന്നും സംസാരിക്കണമെന്നൊന്നും ഒരിക്കലും വിചാരിച്ച ഒരാളല്ല. എനിക്ക് സംസാരിക്കാനോ ഒരു പ്രശ്നം ഉണ്ടാക്കാനോ ഒന്നും ഒരു താല്പര്യമില്ലായിരുന്നു. ഞാൻ എൻ്റെ കാര്യങ്ങൾ നോക്കി 2026 നല്ലൊരു ഇതിൽ കൊണ്ടുപോകാന്നുള്ള രീതിയിൽ ഞാൻ ഇങ്ങനെ ഇട്ടേക്കുമായിരുന്നു. ഇത്രയും ഇതാക്കി ഇവരിത് സെയിൽ ചെയ്യണമെന്നത് നിങ്ങൾക്ക് ഇത് അവർക്ക് ക്രിയേറ്റേഴ്സിനോട് തന്നെ ചോദിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവർ സെയിലാക്കുന്നത് 27-ാം തീയതി ഡിസംബറിലാണ്. എനിക്ക് പ്രശ്നം ഉണ്ടായിരുന്നേ അന്നേ വന്ന് എനിക്ക് പറയാമായിരുന്നു. ഈ സ്ക്രീൻഷോട്ടിൻ്റെ ഡേറ്റും എല്ലാം എൻ്റെ ഉണ്ട്, വേണമെങ്കിൽ അതും ഞാൻ എടുത്ത് കാണിക്കാൻ റെഡിയാണ്. ഈ സ്ക്രീൻഷോട്ടിൻ്റെ ഡേറ്റും ഇതെല്ലാം ഇത് പക്ഷേ യെസ്റ്റർഡേ കാണിക്കുന്നത് ഇതല്ല, ഇന്നലത്തെ അല്ല. ഇത് കറക്റ്റ് ഡിസംബർ 27-ാം തീയതി. അത് അവർക്കും അറിയാം. ഇതിൻ്റെ കൗണ്ടർ അവന്മാർ പറയാൻ വന്നാലല്ല അത് കാണിക്കേണ്ട ആവശ്യമുള്ളൂ. ഡിസംബർ 27-ാം തീയതിയാണ് ഇവർ ഈ വണ്ടി വയ്ക്കുന്നത്. വിറ്റെല്ലാം ഇതാക്കി ഞാൻ പറയാം, കൊടുക്കാനുള്ളവന്മാർക്കൊക്കെ ഞാൻ ഓഫ്ലൈനിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇവന്മാരെ പോലെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ശരിയാവത്തില്ല, മനസ്സിലായോ? ഓഫ്ലൈനിൽ ഈ വണ്ടി വിറ്റവൻ ഇന്ന് എൻ്റെ അടുത്ത് വന്നൊന്ന് ന്യായീകരിച്ചായിരുന്നു. കൊടുക്കാനുള്ള തെറിയല്ല ഞാൻ അവന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അവൻ്റെ ന്യായം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടാന്ന് പറഞ്ഞതല്ലേ, വേണ്ടാന്ന് പറഞ്ഞാണെങ്കിൽ ആ പ്രോജക്റ്റിൻ്റെ ഫണ്ട് അവർക്ക് റീഫണ്ട് ചെയ്ത് കൊടുക്കണമായിരുന്നു. ഞങ്ങളുടെ ടി വിയുടെ മാനേജ്മെൻറ്റിന് അത് റീഫണ്ട് ചെയ്ത് കൊടുക്കണമായിരുന്നു. അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ട് വേണം ഇത് വിൽക്കാൻ. ഞാൻ മാരുതിയിൽ നിന്നൊരു വണ്ടി മേടിച്ചു ഗൈസ്. അവർ പറയണേ നിങ്ങൾ ഉപയോഗിക്കുന്നില്ലല്ലോ. ഞാൻ മാരുതിയിൽ നിന്നൊരു വണ്ടി മേടിച്ച് എൻ്റെ വീടിന് മുറ്റത്ത് കൊണ്ടിട്ട് ഞാൻ പിറ്റേ ദിവസം ഒരു BMW മേടിച്ചു. ഞാൻ BMW ആണ് കുറച്ച് ദിവസമായിട്ട് ഉപയോഗിക്കുന്നതെന്ന് വിചാരിച്ചോ. അപ്പോൾ മാരുതിയുടെ ഷോറൂമിൽ നിന്ന് നേരെ വന്നിട്ട് നിങ്ങൾ ആ വണ്ടി ഉപയോഗിക്കുന്നില്ലല്ലോ, ഞാൻ ഇത് എടുത്തോണ്ട് പോവാന്ന് പറഞ്ഞ് എടുത്തോണ്ട് പോവോ? ചെപ്പ അടിച്ച് വെട്ടിക്കേണ്ട കുണമാണ് നിന്റെയൊക്കെ, മനസ്സിലായ? അതിനാന്നിട്ട് നീക്കിയിരുന്ന് ന്യായീകരിക്കുന്നത് ഗൈസ്. എന്നിട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ ഗൈസ്, എന്തോരം സിറ്റുവേഷനിൽ ഇന്നലെ പോലും ബെല്ലാരിയുടെ ലെഗസിയും ബെല്ലാരിയുടെ കാര്യങ്ങളും എല്ലാം ഞാനിരുന്ന് നിങ്ങളോട് അത്രയും കാര്യത്തോടെ പറഞ്ഞുകൊണ്ടിരിക്കുക. എനിക്ക് പേടിയാണ് സത്യം. ഞാനൊരു ഡാർക്ക് ട്രൂത്ത് പറയണം കേട്ടോ. എനിക്ക് ആൾക്കാരെ വിശ്വസിക്കാൻ പേടിയായി തുടങ്ങി ഈ ഗെയിമിൽ. ഞാനിത് തമാശയായിട്ട് പറയണമല്ല, എനിക്കിത് ആൾക്കാരെ വിശ്വസിക്കാനുള്ള പേടിയായി തുടങ്ങിയടാ. ഇത്രയും നാൾ കൂടെ ഒരു ഫാമിലി ആയിട്ട് നിന്നിട്ട് ഇവന്മാർക്കെതിരെ എന്ത് ദ്രോഹമാണ് ഞാൻ ചെയ്തതെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവണില്ല. നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ കണ്ടിട്ട് ഞാൻ ഇനി കുറച്ച് കാര്യങ്ങൾ കാണിക്കാം. ഇന്നലെ നമ്മുടെ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന ബെല്ലാരിയും അന്തേരിയും ഞാൻ കാണിച്ചു തരാം. ഇതാ കണ്ടോ? ഇതിലൊരു ADR സേതു മാസം എഴുതിയേക്കുന്നത് മറ്റേ സേതു അല്ല കേട്ടോ, മാസിലെ സേതു അല്ല, ഇത് അന്തേരിയിലെ സേതു ആണ്. ഇതല്ല, ഇത് ഈ ക്ലിപ്പ് അല്ല, ഇവിടെ ഇതുമല്ല. കേട്ടോണേ, അന്തേരിയും എല്ലാരും ഇരുന്ന് എൻജോയ് ചെയ്യുക. അപ്പാപ്പനെ പ്രായത്തിന്റെ ഓരോ കഴപ്പേ. നമ്മളൊക്കെ എന്തോടാ വിചാരിക്കണം? നമ്മളൊക്കെ വിചാരിക്കണെന്ന് പറഞ്ഞാൽ ഇതോടെ കേക്ക് അല്ലേ സെക്ക ഇതുണ്ടല്ലോടാ, ഈ വണ്ടി ഇറങ്ങുമ്പോ നിന്റെ വണ്ടി കൊള്ളാന്ന് പറയാം, അടുത്ത വണ്ടി ഇറങ്ങുമ്പോ ആ വണ്ടി കൊള്ളാന്ന് പറയാം. മനസ്സിലായി? ഇങ്ങനെ തന്നെ ആദ്യം തൊട്ട് വന്ന പേടിക്കണ്ട. ഒരു കുഴുവിന്റെ പോലത്തെ സ്റ്റാൻസ് അല്ലേ ഈകളിന്? ഒരു ആണോടാ വില്ലി? നിനക്കുള്ളത് ഞാൻ കുറച്ചുകൂടെ കഴിയട്ടെ. അത് സത്യം പറഞ്ഞ വില്ലിക്കും ജാൻമണിക്കും ഒരേ സ്റ്റാൻഡ് കേട്ടോ? അടുത്തത് അതോടെ വണ്ടി പോയേ പെട്രോൾ ഇതാണ് ഹൈനയുടെ ഇഷ്യൂ. തന്നെത്താനോ ഇതാണ് പ്രശ്നം. ഇതുകൊണ്ടാണ് നമ്മൾ പുതിയ വണ്ടി ഇങ്ങനെയൊക്കെയാണ് മയില് വണ്ടി അല്ലടാ. ആ പുതിയ വണ്ടിട്ട് പാട്ട് ഓഫ് ആക്കിയില്ല ഇതുവരെ. അടുത്തത് കേട്ടോണേ എന്തോന്ന്? മുട്ട വെച്ചിട്ടാണേലും വണ്ടി താക്കും.
എന്തൊരു വാണവളിയാന്ന്. ആ പാട്ട് ഞാൻ ഓഫാക്കാഞ്ഞേന് അവന്റെ അച്ഛന്റെ അണ്ടിയിലാണ് ഞാൻ അത് പ്ലേ ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് ഓഫാക്കാത്തതിന് അവന് ഭയങ്കര ഫ്രസ്ട്രേഷൻ. അത് ഓഫാക്കാത്ത ഒന്നുകൂടെ കേട്ടോ. മയില് വണ്ടി അല്ലടാ ആ പുതിയ വണ്ടിട്ട് അവരാക്കിയ മുട്ട വെച്ചിട്ടാണേലും വണ്ടി താക്കും. അതോടെ ആർക്കേരി ഇറക്കണ്ട്. സുഗുണനല്ലേ അത്? അതെ അതെ അതെ, സുഗുണൻ സുഗുണൻ സുഗുണൻ. ഇത് കണ്ടോണേ, ഇതൂടെ കണ്ടോ? ബെല്ലാരിയുടെ അന്തേരിക്ക് പുണ്ണടകളുടെ ഒക്കെ തനിക്കൊണോടെ നിങ്ങൾ കണ്ടോ? കണ്ടിട്ട് വെച്ചോ. ഇന്നലെ നമ്മൾ ചുമ്മാ ബാക്ക്ഗ്രൗണ്ട് BGM വിട്ട് വെറുതെ ഇങ്ങനെ നടന്നില്ലേ ഫ്രണ്ടിലൂടെ. നടന്നപ്പം ഫ്രണ്ടിൽ നിന്ന് ഇവനിങ്ങനെ അടിച്ചല്ലോ ബോബോയ്. ഇത് കേട്ടോണേ. അതില് പോയി ഇവിടെ അമ്മ നോക്കിട്ടാ അതില് പോയി അതെ വാസുമ്പിയടാ, അയ്യോ എന്തൊരു സന്തോഷം ഗൈസ്. ഇത്ര നാള് 5 വർഷം നമ്മള് ഇതാക്കിക്കൊണ്ട് വന്ന ഒരു ഗ്യാങ്. നിങ്ങൾ തമാശ അപ്പാർട്ട് ഫ്രം ദ ജോക്ക് ജസ്റ്റ് ഒന്ന് ആലോചിച്ചാൽ മതി. ഒരുത്തനും ഇതിനകത്ത് ഇരിക്കണ ഏതെങ്കിലും ഒരുത്തനെങ്കിലും ഒന്ന്, എത്ര പേര് ഇതിനകത്ത് ഇരിക്കുന്ന ആൾക്കാരൊക്കെ നിങ്ങൾ നോക്കുക. നിങ്ങള് ADR അരോമ, അശ്വിൻ ഒപ്പി, കോസ്മിക് ട്രബിൾ, ADR തക്കുടു, ADR ടോം, ബെല്ലാരി സേക്കൻ, ബെല്ലാരി ട്രൈസോ. കാണാൻ പറ്റില്ലടാ, ബാക്ക് കാണാൻ പറ്റില്ല. ഇത് ഒരു വട്ടമല്ല, മൾട്ടിപ്പിൾ ടൈംസ് ഇതിനകത്തുനിന്ന് ഉണ്ടായത് കൊണ്ടാണ് ഇവൻ ഈ വീഡിയോ എടുത്ത് നമുക്കിത് അയച്ചു തന്നത്. മനസ്സിലായ? മൾട്ടിപ്പിൾ ടൈംസ് ഇത് ഉണ്ടായതുകൊണ്ട് ഇത് അക്സെപ്റ്റബിൾ അല്ലാതെ വന്നപ്പോഴാണ് ഇവൻ എനിക്ക് ഈ വീഡിയോ എടുത്ത് അയച്ചു തന്നത്. ഇതിനു വേണ്ടി ഞാൻ എന്താ ചെയ്തേ? എനിക്ക് ജസ്റ്റ് അറിയണം. ആൻഡ് ഇതിൽ ഏറ്റവും മെയിൻ പ്രശ്നമുള്ളത് കേൾക്കണേ ഗൈസ്. നിങ്ങൾ ജസ്റ്റ് ഈ ഓഡിയോ ഒന്ന് കേട്ടോ. ഇതിനകത്ത് മെയിൻ പ്രശ്നമുള്ളവന്മാരെ മെയിനായിട്ട് പറയുന്നത് നൂനു, ഒബീറ്റോ, പിന്നെ ലക്കി, സെക്കൻ, പിന്നെ വില്ലി, അങ്ങനത്തെ കുറച്ച്. വില്ലിക്കൊക്കെ എന്തൊരു കടിയാടാ. അവൻ എന്ത് ചെയ്ത് ബ്രോ? അവൻ എന്തൊരു ഹെയ്റ്റാടാ. അവൻ നാളെ ഉറപ്പായിട്ടും കൊട്ടയെന്ന് വിളിച്ചവൻ അടിക്കും, ഉറപ്പാണ്. എനിക്കങ്ങനെ തോന്നുന്നത്. വില്ലിക്കാണ് കടി കൂടുതൽ. നിന്റെ അച്ഛനെ പിടിച്ച് ഞാൻ കടിച്ചോടാ പൊലയാടി മോനെ. നീ ഇത്ര അങ്ങ് ഉണ്ടാക്കാൻ. നിന്റെ ആ സെക്കൻഡ് എന്ന് പറയണ പഞ്ചവർണ്ണ കുണ്ടൻ ഇന്ന് വന്നിട്ട് നല്ല മേടിച്ചിട്ട് പോയല്ലോ. എൻ്റെ അവന്റെ വായിക്കകത്ത് നാക്കില്ലായിരുന്നു എൻ്റെ VC വന്നപ്പം. നിന്നെ പോലത്തെ ചാവാലിപ്പട്ടികൾ 10 പേരുണ്ടെങ്കിലേ അവന് കുരയ്ക്കാൻ അറിയത്തുള്ളൂ. ഞാൻ കൂടുതലൊന്നും പറയണില്ലടാ. ഞാൻ ഇത്രേ പറയണുള്ളൂ. ഞാൻ പറയണുള്ളൂ. ഇതിൽ കൂടുതൽ ഞാനൊന്നും പറയണില്ല നിന്നോടൊക്കെ. ഇതിൽ കൂടുതലൊക്കെ നിന്നോട് പറഞ്ഞാൽ ശരിയാവത്തില്ല. നീ എന്നൊക്കെ തമ്മിൽ ഭയങ്കര വ്യത്യാസമായി പോകും. മനസ്സിലായോ? എനിക്ക് സത്യം പറഞ്ഞാൽ പേടിയാവണം. സത്യമായിട്ട് സീരിയസ് ആയിട്ട് എനിക്ക് ആരോട് സംസാരിക്കണം, ആരോട് നല്ല രീതിയിൽ നിൽക്കണം എന്ന് എനിക്ക് അറിയാൻ പാടില്ലടാ. ഇപ്പോൾ എനിക്ക് ആരോട് സംസാരിക്കണം, ഞാൻ ഇവരോട് ഞാൻ ഇപ്പോഴും ചോദിക്കും, ഞാൻ എന്ത് ഉപദ്രവമാണ് ഞാൻ ചെയ്തത്? എനിക്കിപ്പോഴും മനസ്സിലാവണില്ല. ഞാൻ അന്നും ഇന്നും ഇവർക്കൊരു എന്തെങ്കിലും ഒരു ഇത് വന്നാൽ ഞാൻ ഇവരെ പ്രൈസ് ചെയ്തും ഇവരെ ഡൗൺ ടൈം വന്നാൽ ഞാൻ അവിടുത്തെ ഓക്കെ ആണെന്നും എല്ലാം ലൈവിൽ പറഞ്ഞ് ഇവരുടെ എല്ലാ സിറ്റുവേഷൻസിൽ നിന്നും ഞാൻ ഇന്നേ വരെ അണ്ണം കളിക്കാനൊന്നും ഞാൻ ബെല്ലാരിക്കാരുടെ അടുത്ത് പോയിട്ടില്ല. ഞാൻ ആകെ ഇവരുമായിട്ട് ഇന്ററാക്റ്റീവ് ആയിരുന്ന സമയം എന്ന് പറഞ്ഞാൽ മറ്റേ ഇതൊക്കെ ഉള്ള സമയത്താ, പ്രാക്ടീസ് TV വേഴ്സസ് പ്രാക്ടീസ് ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത്. ഇതിലും ബെറ്റർ കൊമ്പാഷൻ ആണ്. അവരൊക്കെ ഒന്നുമില്ലെങ്കിൽ നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഗ്യാങ് അല്ലേടാ.
എടാ അവർക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാർ അതേപോലെ തന്നെ നിൽക്കുന്നു. ഇത് ബ്രദർഹുഡ് എന്ന് പറഞ്ഞ് കൂടെ നിന്നിട്ടേ ഈ പട്ടികളെല്ലാം അവിടെ ഒരുമിച്ചിരുന്ന് ഇങ്ങനെ എന്നെ ഊമ്പിച്ച് കളഞ്ഞല്ലോടാ ഇത്രയും നാള്. എനിക്ക് വിഷമമുണ്ട്, നല്ല സീരിയസ് ആയിട്ട് ഞാൻ പറയുക. ഒരു വാലിഡ് റീസൺ ഉണ്ടെങ്കിൽ ഗൈസ്, ഒരു വാലിഡ് റീസൺ ഉണ്ടെങ്കിൽ അതും പിന്നെ ഓക്കെയാണ്. എൻ്റെ അടുത്ത് രായനും ഇവരെല്ലാം വന്ന് സംസാരിച്ചായിരുന്നു. അവരൊന്നും ഇത് അറിഞ്ഞിട്ടില്ലെന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. എനിക്ക് അറിഞ്ഞൂടാ ബാക്കിയൊക്കെ അവരുടെ. എനിക്കിത് കൂടുതൽ ഡീപ്പ് റിസർച്ച് ചെയ്ത് പോകേണ്ട ആവശ്യം എനിക്കില്ല. അതിനകത്തുനിന്ന് ഇവിടെ വന്ന മെമ്പേഴ്സിൽ കുറേ പേര് ആൾക്കാരും എൻ്റെ അടുത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. എനിക്കതൊന്നും ഇതിനകത്തിരുന്ന് വിളിച്ച് പറയണ്ട. പക്ഷെ ബട്ട് സ്റ്റിൽ ഇത് ഒട്ടും അക്സെപ്റ്റബിൾ അല്ല. ഇതൊട്ടും അക്സെപ്റ്റബിൾ അല്ല, പറയാതിരിക്കാൻ വയ്യ. ഒരു വണ്ടിയുടെ പേരിൽ അവിടെ തീർന്ന് ക്ലാസ് സംവിധാനം തുടങ്ങിയപ്പോൾ എടാ ഈ എല്ലാത്തിനും കാരണം ഈ വണ്ടി ഇതാക്കിയെന്ന് അമ്പത്തൂരിനോടുള്ള ദേഷ്യമാണെന്നാണ് പറയുന്നത്. അമ്പത്തൂരിനോട് ദേഷ്യം ഉണ്ടെങ്കിൽ ഇവന്മാര് ഇത്ര നാൾ അണ്ണാന്ന് വിളിച്ച് എന്നെ അപരാധിക്കേണ്ട ആവശ്യമുണ്ടോ? അമ്പത്തൂര് ഇവരൊക്കെ തമ്മിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ എന്നെയാണോ അപരാധിക്കേണ്ടത്? പിന്നെ വാണെന്നും കുണ്ണേന്നും ഒക്കെ സുഗുണാവില്ല് നിന്റെ വീട്ടിൽ പോയി തന്തയെ വിളിച്ചാൽ മതി, എന്നെ വിളിക്കാൻ വരരുത് കേട്ടോ, മനസ്സിലായ? അണ്ടിൽ ഞാൻ നിന്നെ വിളിക്കാത്തിടത്തോളം കാലം അതൊക്കെ നീ അവിടെ പോയി അവിടെ ആരുടെ കേട്ടോണ്ടിരിക്കുന്ന ഏതെങ്കിലും മുണങ്ങന്മാരുണ്ടോ അവിടെ പോയി വിളിക്കണം, മനസ്സിലായ? എന്നെ വന്ന് വിളിക്കരുത്. നിന്നെയൊക്കെ എടാ ഞാൻ നിന്റെ അടുത്തൊക്കെ നിന്നെയൊക്കെ എന്തെങ്കിലും ലൈവിൽ പറഞ്ഞിട്ടുണ്ടോ മോശമായിട്ട്? വില്ലിയോ സുഗുണനെയോ എന്തെങ്കിലും ഒക്കെ? ഈ ഗെയിമിന്റെ സന്തോഷമൊക്കെ പോയി തുടങ്ങി. സത്യമായിട്ട് ഞാൻ പറയാണ്, ഈ ഗെയിമിന്റെ സന്തോഷമൊക്കെ പോയി തുടങ്ങി. നമ്മൾ മാത്രം നിന്നാൽ പോരല്ലോ, ഇതിന്റെ കൂടെ നിൽക്കുന്ന ആൾക്കാരും ഇതായി വരണം. ഇതിന്റെ സന്തോഷവും ഇതെല്ലാം പോയി തുടങ്ങി. അത് ഞാൻ പറയാം, അത് ഞാൻ എന്തായാലും പറയും. അല്ലടാ, ഇത് ലീവ് ചെയ്യുന്ന കാര്യത്തെ പറ്റി അല്ലടാ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ നിങ്ങളെ ജസ്റ്റ് പറയണ കാര്യം ഒന്ന് മനസ്സിലാക്കിയോ. നമ്മൾ ഈ ചിരിച്ചുകൊണ്ട് പൊട്ടനെ പോലെ ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കണ ആൾക്കാരുടെ ഉള്ളിലിരിപ്പും മൈൻഡ് സെറ്റും ഇതാണ്, മനസ്സിലായി? ഇതിന്റെ അപ്പുറത്തോട്ട് വേറൊന്നും ഇല്ല. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള കുറച്ച് പേഴ്സണൽ ബെനിഫിറ്റ്സ് ഉണ്ട്. അത് കവറപ്പ് ചെയ്യാൻ അണ്ണാന്ന് വിളിച്ച് നിൽക്കും, അല്ലാതെ അതിന്റെ അപ്പുറത്തോട്ട് വേറെ ഒന്നുമില്ല. ഇതാണ് അവരുടെ എല്ലാം. ഞാൻ അന്നും പറഞ്ഞൊരു കാര്യമാണ് ഗൈസ്, ആരുടെയെങ്കിലും എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായിരുന്നെങ്കിൽ അല്ല ഇവർ എൻ്റെ വി സി എന്ന് പോയി, ഇവരെ പെട്ടെന്ന് ഒരു ദിവസം എൻ്റെ വി സി എന്നോടൊന്നും പറയാതെ അന്തേരി എന്ന് പറയണതും ബെല്ലാരി എന്ന് പറയുന്ന ഗ്യാങ്ങും പെട്ടെന്ന് ഇറങ്ങിപ്പോയി. എന്നോട് ചോദിച്ചിട്ടില്ല എന്താ അണ്ണ ടി വി എന്ന് അവരെല്ലാം ഇറങ്ങാനുള്ള കാരണം എന്താ, അല്ലെങ്കിൽ എന്താ ബ്രോ പ്രശ്നം.